വിഷു കിളി കണി പൂകൊണ്ടുവാ, മലർക്കുടന്നയിൽ തേനുണ്ണാൻ വാ, സിന്ദൂരവും തൃച്ചാന്തും ചാർത്തണ്ടേ, പൊന്നെറ്റിയിൽ തിങ്കൾ പൂച്ചൂടണ്ടേ, മന്ദാരങ്ങൾ തളിർക്കും താഴ്വാരം കാണേണ്ടേ. നമസ്കാരം, എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് വളരെ പ്രശസ്തയായ ഒരു ഗായിക ഞാൻ കണ്ടുമുട്ടാനിടയായി. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവർക്കും സുപരിചിതയായ സരിത രാജീവ്. ഒരുപാട് സന്തോഷം. ഇന്ദുലേഖയും ഈ ഒരു വിഷു ദിനത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ വിഷുവിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം വീട്ടിലെല്ലാവരുടെയും ഒപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം. അന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആഹാരം എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കി അതൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ ഒന്ന് കുറച്ച് മടി പിടിച്ചിരിക്കുക. അതാണ് വിഷുവിന്. ചേച്ചിയുടെ വീട്ടിലേക്ക് എങ്ങനെയൊക്കെ? വീട്ടിൽ ഇത് തന്നെയാണ് എപ്പോഴും നമ്മുടെ ആഘോഷങ്ങളിൽ പ്രധാനം എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണല്ലോ. സദ്യ, പായസം, ഇതൊക്കെയാണല്ലോ. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മോൻ ഇപ്പം ഇവിടെ ഇല്ല. മോൻ സ്കോട്ട്ലൻഡിലാണ്. അപ്പോൾ ആഘോഷങ്ങളിലൊക്കെ അവനെ മിസ് ചെയ്യും. ഇപ്പോൾ ഓണമാണെങ്കിലും അവനങ്ങനെ വരാൻ പറ്റുന്ന, ഇപ്പം വർക്ക് ചെയ്യുവാണ് അവിടെ. അപ്പോൾ വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പോൾ ലീവ് എപ്പോഴാണ് കിട്ടുന്നത്? അപ്പോൾ ഓണം അങ്ങനെയൊന്നും നോക്കി വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ അവനെ മിസ് ചെയ്യും. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പണ്ട് വിഷുവിൻ്റെ അട്രാക്ഷൻ, കുട്ടിക്കാലത്തെ വിഷു അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കൈനീട്ടം വാങ്ങുക എന്നുള്ളത്. തിരുവനന്തപുരത്ത് തന്നെയാണോ സ്ഥലം? കിളിമാനൂരാണ് എൻ്റെ സ്ഥലം, കിളിമാനൂരാണ്. അപ്പോൾ മാക്സിമം ആൾക്കാരുടെ നിന്ന് കൈനീട്ടം വാങ്ങുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അന്ന് കുട്ടിക്കാലത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. കണി കാണുന്നില്ല, പിന്നെ അത് ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അത് രാവിലെ എണീറ്റ് ഒരു കണി കാണലുണ്ടല്ലോ. ഈ വിഷു കൈനീട്ടം വാങ്ങിക്കുക എന്നുള്ളത്. അതെ, വിഷു കൈനീട്ടമാണ് ഏറ്റവും വലിയ കാര്യം. എല്ലാവർക്കും എത്ര കിട്ടി എന്നൊക്കെ നോക്കുക. അതെ 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 അതെ, ഏറ്റവും കൂടുതൽ കളക്ഷൻ ആർക്കാണ് എന്നുള്ളത്. എങ്ങനെ ഈ ഫീൽഡിലേക്ക് വന്നത്? പാട്ട് പണ്ട് മുതലേ എന്താ ഒരു ടാലന്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? അമ്മയാ. വീട്ടില് പാട്ടുകാരെങ്കിലും? അമ്മ പാടും, പക്ഷെ അങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും കുടുംബത്തിലുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം അമ്മയുടെ പാട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം അമ്മ തന്നെയാണ് എന്നെ പാട്ട് തിരിച്ചറിഞ്ഞതും പഠിപ്പിക്കാൻ തുടങ്ങിയതും ഒക്കെ അമ്മയാണ്. പിന്നെ എൻ്റെ പപ്പ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാനൊരു പാട്ടുകാരി ആയി കാണണമെന്ന് ആഗ്രഹിച്ചതും എൻ്റെ പപ്പയാണ്. പക്ഷേ ഞാൻ 10th കഴിഞ്ഞപ്പോൾ പപ്പ മരിച്ചുപോയി. അപ്പം ഇന്ന് എപ്പോഴും നമ്മൾ പാട്ടുകാരി ആഗ്രഹിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ പപ്പയുടെ ആഗ്രഹമാണ് ഓർമ്മ വരുന്നത്. ഇപ്പം സരിത രാജീവ് എന്നിട്ട് ഒരു സിംഗറിനെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, കുറച്ച് പേരെങ്കിലും ഒക്കെ അറിയുന്നുണ്ടല്ലോ, അത് പപ്പ അറിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് എനിക്കുള്ളത് എപ്പോഴും. അപ്പം പണ്ട് അംബിഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ പാട്ടുകാരിയാണ്. അതെ 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 അതെ, വേറൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അത് പഠിത്തമൊക്കെ മ്യൂസിക് തന്നെയാണ്? മ്യൂസിക്കാണ് ഞാൻ മെയിൻ എടുത്ത്. ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത്. വിമൻസിൽ മ്യൂസിക് മെയിൻ എടുത്താണ് പഠിച്ചത്. എൻ്റെ മാത്രം വിശേഷമല്ല, ഇന്ദുലേഖയുടെ വിശേഷം കൂടി പറയൂ. വർക്കിൻ്റെ കാര്യം ഇപ്പം ഏതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ 4 സീരിയൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ മെയിനായിട്ട് ഈ ഡബിങ് സീരിയൽസ്, സിനിമ, അതിൻ്റെയൊക്കെ സ്റ്റോറി 1 ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ലാംഗ്വേജ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ 4 സീരിയലും ചെയ്തിട്ട് ഇതും കൂടെ എങ്ങനെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അത് എല്ലാം കൂടെ അങ്ങനെ നടക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഭരതനാട്യം MA ചെയ്യുന്നുണ്ട്. എവിടെ? അത് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. പണ്ട് മുതൽ ഡാൻസിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു അവസരം വന്നപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ടോ? ഇല്ല, ഡാൻസ് സ്കൂള് തുടങ്ങണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. ഇതുവരെ അത് നടന്നിട്ടില്ല. കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അല്ലേ? ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഒരു അക്കാഡമി തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനും കൂടെ ഒരു സമയം കിട്ടുന്ന സമയത്ത് തുടങ്ങാം. പ്രോഗ്രാംസ് ചെയ്തിരുന്നോ? ഡാൻസ് പ്രോഗ്രാംസ് ചെയ്തിരുന്നു. 3 വയസ്സ് മുതലേ ഡാൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ 4 വയസ്സായപ്പോഴായിരുന്നു അരങ്ങേറ്റം. അപ്പോൾ അന്നൊക്കെ ഒരുപാട് ഈ ക്ലാസിക്കൽ ഡാൻസിന് കുറേ സ്കോപ്പ് ഉണ്ടായിരുന്നു.
ഇത് അമ്പലങ്ങൾ ഉത്സവത്തിനും എല്ലാ പരിപാടികൾക്കും ക്ലാസിക്കൽ ഡാൻസ് നല്ലൊരു ഇതുണ്ടായിരുന്നു. അന്ന് കുറേ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദൈവം സഹായിച്ചപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇന്ദുലേഖ കണ്ടപ്പോഴത്തേക്കും എനിക്ക് കള്ളിയങ്കാട്ട് നീലിയാണ് ഓർമ്മ വന്നത്. ഇന്ദുലേഖ കള്ളിയങ്കാട്ട് നീലി എന്നല്ല ഞാൻ പറഞ്ഞത്. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ കള്ളിയങ്കാട്ട് നീലി എന്നുള്ള സീരിയലിൽ ടൈറ്റിൽ സോങ് ഞാനാണ് പാടിയത്. ആണോ? അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാനാണ് പാടിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ സീരിയലും അതിൻ്റെ വിഷ്വലും ഞാൻ ആ ടൈറ്റിൽ സോങ്ങിൻ്റെ അപ്പോഴുള്ള ആ വിഷ്വൽ ഒക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ പാട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. ഓർമ്മയുണ്ടോ? എനിക്ക് ലിറിക്ക് ചിലപ്പോൾ തെറ്റുമായിരിക്കും, എന്നാലും എനിക്ക് ട്യൂൺ ഓർമ്മയുണ്ട്. ലേരിയും തീരാ കനലുമായി കള്ളിയങ്കാട്ടു നീലി കള്ളിയങ്കാട്ടു നീലി. ഇതിൻ്റെ മ്യൂസിക് എൻ്റെ ഹസ്ബൻഡായിരുന്നു, രാജുവേട്ടനാണ് അതിൻ്റെ മ്യൂസിക് കൊടുത്തിരുന്നത്. ഈ പാട്ട് ഞാനാ പാടിയത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഈ പാട്ടും ആണ് പെട്ടെന്ന് ഇന്ദുവിനെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. ഭയങ്കര സന്തോഷമാണ്. പിന്നെ കേൾക്കാൻ പറ്റിയല്ലോ. അതെ അതെ. പിന്നെ മോളെന്ത് ചെയ്യുന്നു ഇപ്പോൾ? മോളിപ്പോൾ +2 കഴിഞ്ഞു. ഇപ്പോൾ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോവാണ്. ഡോക്ടർ ആവണം എന്നാണ് ആഗ്രഹം. അത് നടക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. മോൾക്ക് കലാപരമായിട്ട് എന്തെങ്കിലും? അവള് ഡാൻസ് പഠിച്ചിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിന് ടൈം കിട്ടുന്നില്ല. പിന്നെ കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പിന്നെ പാട്ട് പഠിച്ചിട്ടുണ്ട്, വയലിൻ പഠിക്കുന്നുണ്ടായിരുന്നു. പാട്ട് ആരുടെ അടുത്താ പഠിച്ചേ മോള്? അപർണ മുരളി, ഡോക്ടർ അപർണ മുരളി ടീച്ചർ തന്നെ ഡാൻസും പഠിച്ചിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊക്കെയാണ് വിശേഷം. എൻ്റെ മോൻ വീണ വായിക്കുമായിരുന്നു. കണ്ടിന്യൂസ് ഒരു 4 വർഷം സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ സ്റ്റേറ്റ് വിന്നറായിരുന്നു വീണയ്ക്ക്. ഞാനും വിന്നറായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈറ്റ് മ്യൂസിക്കിന് വിന്നറായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനിൽ ലൈറ്റ് മ്യൂസിക്കിന് വിന്നറായിരുന്നു. മോനും അതുപോലെ കണ്ടിന്യൂസ് 4 വർഷം വീണയ്ക്ക് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ പിന്നെ അവിടെ ആയപ്പോൾ വീണ കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ പ്രാക്ടീസും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഒട്ടും സമയം കിട്ടാറില്ല. ഇനി ഒരു അരമണിക്കൂർ വീതമെങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നു. അതെ അതെ അതെ. അങ്ങനെ വീട്ടില് കുക്കിംഗ് ഒക്കെ ചെയ്യാറ്? ഞാൻ തന്നെയാണ് ചെയ്യാറ്. ഇപ്പം ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. പിന്നെ അമ്മമാരുണ്ട്, ഹസ്ബൻഡ് അമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അവരിടയ്ക്ക് വരും. പക്ഷെ കൂടുതൽ സമയം ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാൻ തന്നെയാണ് കുക്കിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഞാൻ തന്നെയാണ്. അല്ലാതെ വേറെ ആൾക്കാർക്ക് അറിയില്ലാത്ത ഹോബി എന്താണ്? അറിയില്ലാത്ത ഹോബി എനിക്ക് പാട്ട് ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. താരചേച്ചിയുടെ അടുത്താണ് ഞാൻ ഡാൻസ് കല്യാണം വരെയും പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു, കണ്ടിന്യൂസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ പിന്നെ ഞാനായിട്ട് തന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. ഈ പാട്ടും ഡാൻസും കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാനായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ അത് പലപ്പോഴും എനിക്ക് എന്നിലൊരു നിരാശ ഉണ്ടാക്കാറുണ്ട്. വേണ്ടിയിരുന്നില്ല, പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും കളയേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെയാണ് അതാണ് ഇഷ്ടമുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഡാൻസ് ആയിരുന്നു. പിന്നെ ഇഷ്ടം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. രാജുവേട്ടൻ പറയും വായി നോക്കി നടക്കാൻ ഇഷ്ടമാണ്, ഹസ്ബൻഡ് പറയും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അതെനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ട് ഈ ട്രിവാൻഡ്രം വിട്ടു പോകാൻ പറ്റുന്നൊരു കണ്ടീഷനല്ലേ. ഈ മോള് എവിടെയെങ്കിലും സെറ്റിലായി കഴിഞ്ഞിട്ട് പല സ്ഥലത്തും യാത്ര ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ വിഷുവിന് ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പോൾ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞല്ലോ, എന്താണ് ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാക്കുക? അതായത് ഉണ്ടാക്കിയ നല്ല നല്ല ടേസ്റ്റാണെന്ന് വീട്ടിലെ ഹസ്ബൻഡും മോളും ഒക്കെ പറയുന്നത് ഏതാ? അത് ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഉണ്ടാക്കാൻ പറയുന്നത് മാമ്പഴപ്പുളിശ്ശേരി. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. മോൾക്ക് മാമ്പഴപ്പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അപ്പോൾ അങ്ങനെ വിഷുവിനും ഓണത്തിനും അങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ മാമ്പഴപ്പുളിശ്ശേരി അതാണ് മെയിൻ. പിന്നെ പായസം
പായസം ചേച്ചിക്ക് എല്ലാ പായസവും ഉണ്ടാക്കാൻ അറിയോ? ഏതാണ് ചേച്ചിക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ളത് ആഹാരം എന്താണ്? അല്ല ഇപ്പം അവിയൽ, അങ്ങനെ തോരൻ, സാമ്പാർ ഇതൊക്കെ അറിയാം. പക്ഷെ ഈ പായസത്തിൻ്റെ സംഭവം വരുമ്പോൾ പ്രഥമൻ, അട, കടല ഇതൊന്നും ഞാൻ വെച്ചിട്ടില്ല. അതൊക്കെ അമ്മയാണ് വെക്കാറ്. ഞാൻ പിന്നെ വെക്കുന്നത് മറ്റേ സേമിയ, അതാകുമ്പോൾ എളുപ്പമാണല്ലോ. എനിക്ക് അങ്ങനെ കണക്ക് വെച്ചിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പൊ അതെ, ഞാനും ഈ ട്രഡീഷണൽ രീതിയിൽ കടല പ്രഥമനൊക്കെ വെക്കുന്ന ഭയങ്കര ചടങ്ങാണ്. അപ്പൊ അങ്ങനെയൊന്നുമില്ല, എനിക്കങ്ങനെ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ വെക്കാറുണ്ട്. അത്രയും മെനക്കെടാതെ എന്നാ വലിയ മോശമല്ലാത്ത രീതിയിൽ വെക്കാറുണ്ട്. അപ്പൊ എളുപ്പപ്പണികൾ നോക്കാറില്ല, കുക്കറിൽ വേവിച്ചിട്ട്. അതെ എനിക്ക് എനിക്ക് എൻ്റെ അമ്മമ്മ വെക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എത്രയോ സമയം എടുത്താണ് അത് ചെയ്തു വരുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ടേസ്റ്റാണ്. അതൊന്നും കിട്ടത്തില്ല, ഇല്ല, കിട്ടൂല. പക്ഷെ എന്നാലും മോശമല്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ വെക്കും. എൻ്റെ വീട്ടില് പിന്നെ മോൾക്ക് കൂടുതലും ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലെങ്കിലും അതൊന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സദ്യ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കറികളും ഒക്കെ വെക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാവർക്കും എന്താ ഏത് കറി വേണോന്ന് ചോദിച്ചിട്ട് അത് മാത്രം ആവശ്യമുള്ളത് വെച്ചാൽ മതിയല്ലോ. അത്യാവശ്യം. ഇപ്പൊ ഏതാ പുതിയ പ്രോജക്റ്റ് ഏതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ സീരിയൽ 4 ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയൊരു സിനിമ ഇറങ്ങാൻ പോവാണ്. ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത് ചേച്ചി മെയിൻ റോള് ചെയ്യുന്ന ഒരു സിനിമയാണ് എൽ ജഗദംബ. സിനിമ ഇറങ്ങാൻ പോവാണ്. ഉടനെ ഉണ്ടോ റിലീസ്? ഉടനെ ഉണ്ട്. അപ്പൊ സിനിമകളിൽ പാടിയിട്ടുണ്ടല്ലോ. ഞാനൊരു 10-15ഓളം ഫിലിമിൽ പാടിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഞാനിപ്പോ പാടിയിരിക്കുന്നത് 43 ദ സൈലന്റ് ക്രൈ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, അതിൽ 2 പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ആമി എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമിൽ പാടിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങാനായിട്ട് പുതിയ 2-3 പ്രോജക്ട്സ് ഉണ്ട്. പിന്നെ ചേച്ചി പാടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഞാൻ പാടിയതിൽ ചേച്ചിക്കും പിന്നെ ബാക്കിയുള്ളവര് ഏറ്റവും നല്ലത് ഇതാണ് എന്നൊക്കെ അങ്ങനെ ഒരു പാട്ട് പാടാം. കിളിമൈനേ തേനൂട്ട് കുഞ്ഞുമോളെ താരാട്ട് മെല്ലെ നീ ഒന്നു പാടുമോ പൂമ്പാട്ട്. കിളിമൈനേ തേനൂട്ട് കുഞ്ഞുമോളെ താരാട്ട് മെല്ലെ നീ ഒന്നു പാടുമോ പൂമ്പാട്ട്. താലോലം ചായുറങ്ങാൻ ചാഞ്ചാട്ട് സ്വപ്നങ്ങൾ നല്ലോണം ഇനി കണ്ടോട്ട്. കിളിമൈനേ തേനൂട്ട് കുഞ്ഞുമോളെ താരാട്ട്. എനിക്കും പേഴ്സണലി ഞാൻ പാടിയ പാട്ടുകളിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. താങ്ക് യു. ക്യൂട്ട് വോയിസാന്ന് പറഞ്ഞപ്പോൾ അതേന്ന്, പാട്ട് നല്ലതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു. അപ്പം പിന്നെ ഇപ്പം വിഷു നമുക്ക് സീസണിൽ കുറച്ച് വർക്കുകൾ വരുമല്ലോ. ഓണം ആകുമ്പോൾ ഓണപ്പാട്ട് വരും, വിഷു ആകുമ്പോൾ വിഷുപ്പാട്ട് വരും, ഫെസ്റ്റിവൽ. അപ്പം ഇപ്പോൾ കുറച്ച് വിഷു സോങ്സൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പാടിയ ഒരു വിഷുപ്പാട്ട് എനിക്ക് അതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഞാൻ പാടിയ ഒരു പാട്ട്. കണിക്കൊന്ന കുന്നിന്മേൽ കുളിരേകിയോ കണി കാണാനൊരുങ്ങിയോ വിഷുപ്പൈങ്കിളി പുലരിയും വരവായി പോനിലാവും എൻ കാർമുകിൽ വർണ്ണനെ കണി കാണാന നീലക്കാർമുകിൽ വർണ്ണനെ കണി കാണാനാ. അങ്ങനെ ഒരു പാട്ട്, കുറെ പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പം ഓർമ്മ വന്ന പാട്ട് കേട്ടോണ്ടേ ഇരിക്കാൻ തോന്നുന്നു. നല്ല എന്താ പറയാ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സൂത്തിങ് ആയിട്ടുള്ള വോയിസ്. താങ്ക് യു. ഇന്ദു പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട്, 2 കൊല്ലം പഠിച്ചു, വർണ്ണം വരെയൊക്കെ പഠിച്ചു. പക്ഷെ പാടാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെ അത് നിർത്തേണ്ടി വന്നു. ഇപ്പൊ പാടുവോ 2 പേരും? ഇല്ല, ഞാൻ ചോദിക്കുന്നതിന് ഇടയ്ക്ക് മറുപടി ഇല്ല. ഏറ്റവും സങ്കടമുള്ളൊരു കാര്യം എനിക്ക് അങ്ങനെ പാടാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു. ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ
ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് സങ്കടം ഉണ്ടെന്ന്. അതുപോലെ എനിക്ക് ഇത് പാട്ട് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് പാടാനുള്ള ധൈര്യം ഇല്ലല്ലോ. അല്ല, അത് ഇനി സമയമുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇനി സമയമുണ്ട്. പക്ഷെ അതിനുള്ള കോൺഫിഡൻസ് ഒട്ടുമില്ല. മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വരയ്ക്കാൻ തുടങ്ങും. ആ ഒരു റെക്കോർഡ് ചെയ്ത പാട്ട് ഏതായിരുന്നു? ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത് ഞാൻ 10th എക്സാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ്. ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ ഞാൻ ഫസ്റ്റ് റെക്കോർഡിങ് എക്സ്പീരിയൻസ് എനിക്കുണ്ടാകുന്നത്. അതിന് മുന്നേ എൻ്റെ ഒരു ചേട്ടൻ്റെ തന്നെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. അതൊരു നാടകഗാനമായിരുന്നു. അത് പക്ഷേ ഒരു പ്രൊഫഷണൽ സ്റ്റുഡിയോയിലായിരുന്നില്ല. പക്ഷെ എൻ്റെ വോയിസ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത് അവിടെയാണ്. ആ പാട്ട് പൂജയ്ക്കെടുക്കാത്ത പൂവുകളെന്തിന് പുലരിയിൽ വിരിയുന്നു വീണ്ടും, മധുവും മണവും എന്തിനു മലരേ, മധുപൻ പുണരാനില്ലെങ്കിൽ. ഇതാണ് ആ പാട്ട്. മധു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചേട്ടൻ തന്നെയാണ് ആ പാട്ട് ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വിഷുവിൻ്റെ പാട്ട് പാടിയത് മധുചേട്ടൻ്റെ പാട്ടാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ സ്റ്റാർട്ടിങ് പാട്ടും ചേട്ടൻ്റെ പാട്ടാണ്. ഈ ഇപ്പോൾ വരെയും ചേട്ടൻ എന്തെങ്കിലും ഒരു നല്ലൊരു പാട്ട് പാടാൻ വർക്ക് ചെയ്താൽ ഒരാളെ സജസ്റ്റ് ചെയ്യുമോ എന്ന് പറയുമ്പോൾ എന്നെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള സപ്പോർട്ട് ചെയ്തത് മധുചേട്ടൻ. പിന്നെ ഞാൻ പഠിച്ചത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്താണ്. ഞാൻ 5th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു തുടങ്ങിയത്. അപ്പം സാറിൻ്റേതായിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട്. അതാണ് എനിക്ക് ഇപ്പം ഇന്ദുലേഖ പറഞ്ഞ പോലെ സാർ എപ്പോഴും ഞാൻ പാടി കഴിയുമ്പോൾ പറയും, നിൻ്റെ വോയിസ് എന്ത് രസമാണ് കേൾക്കാൻ, എന്ത് രസമായിട്ടാണ് നീ പാടുന്നത്. അതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡെന്ന് പറയുന്നത്. അതല്ലേ, നമ്മളെ നന്നായിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? പ്രാക്ടീസ് ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രാക്ടീസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ക്ലാസിക്കൽ പിന്നെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടും അല്ലാണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. MJ ചന്ദ്രൻ മ്യൂസിക് സോൺ എന്ന് പറഞ്ഞിട്ട് MJ ചന്ദ്രൻ ചേട്ടൻ്റെ ഓൺലൈൻ സ്കൂളുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതെല്ലാം ഫിലിം സോങ്സ് ആണ്. പിന്നെ എൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നതും ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് പഠിക്കലും പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ പുതിയ പാട്ടുകൾ പഠിക്കൽ, ഇതൊക്കെയാണ് എൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. സീരിയൽ രംഗത്തോട്ട് അല്ലെങ്കിൽ അഭിനയ രംഗത്തോട്ട് എനിക്കൊന്ന് സിനിമയൊക്കെയാണ് ആദ്യം ചെയ്തു വരുന്നതെന്ന് തോന്നുന്നു. ഞാൻ ചെയ്തത് സീരിയൽ തന്നെയായിരുന്നു, കുട്ടികളുടെ സീരിയലായിരുന്നു. അത് ഞാൻ 7th പഠിക്കുമ്പോൾ ഒരു കുട്ടികളുടെ സീരിയലിൽ അഭിനയിക്കാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്കുള്ള എൻട്രി. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു അല്ല സപ്പോർട്ട്? വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ ടെലിഫിലിംസിൻ്റെ ഒക്കെ കാലമായിരുന്നു. അങ്ങനെ കുറേ ടെലിഫിലിംസ് ഒക്കെ ചെയ്തു. പിന്നെ ഈ 13 എപ്പിസോഡ് സീരിയൽ, അത് അന്ന് ഈ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് ചെയ്തു. പിന്നെ അനിയത്തിയുടെ റോൾ കിട്ടി. പിന്നെ പിന്നെ ചേച്ചി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ എപ്പോഴും ഇന്ദുലേഖയെ എന്താ പറയുന്നത്, ഇങ്ങനെ പാവം ക്യാരക്ടർ അല്ലെങ്കിൽ ദേവിയുടെ അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരു വില്ലത്തിയുടെ ക്യാരക്ടർ കിട്ടിയാൽ ചെയ്യുമോ? ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? നല്ല റെസ്പോൺസും കിട്ടിയിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് റോൾ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് പുറത്തു പോയപ്പോൾ ഈ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ നമ്മളെ ആ കഥാപാത്രമായിട്ട് അപ്പൊ വന്നിട്ട് നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല, അങ്ങനത്തെ ദുഷ്ട കഥാപാത്രങ്ങൾ ചെയ്യണ്ട, എനിക്ക് ഇഷ്ടമാണ്. ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ പക്ഷെ കൂടുതലും അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള അങ്ങനെ ക്യാരക്ടറാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കൂടുതലും അത് ചെയ്ത് ശീലിച്ചതുകൊണ്ട് അപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ വിചാരിക്കും അതാകുമ്പോ പിന്നെ റിസ്ക് ഇല്ലല്ലോ, അത് ഏക്കും എന്ന് വിചാരിച്ച അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് കൂടുതലും വരാറുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലേ, ഏത് ക്യാരക്ടർ കിട്ടിയാലും നമ്മൾ ചെയ്യണം. അതല്ലേ ഇഷ്ടമാണ് അങ്ങനെ മാറിയൊക്കെ ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ടാലന്റ് കുറച്ചുകൂടി. അതെ അതെ അതെ. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഒറ്റ ഒരു രീതിയിൽ തന്നെ ഒതുങ്ങി പോകും. ആകുമ്പോൾ എല്ലാം പരീക്ഷിക്കാമല്ലോ അല്ലേ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു. പിന്നെ അനിയത്തി, നായിക, പിന്നെ ചേച്ചി, ചേട്ടത്തി, ഇപ്പൊ അമ്മ റോൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഇത്രയും കാലം ഇതിൽ ചെയ്യാൻ പറ്റിയ വലിയ കാര്യമല്ലേ അല്ലേ. നമ്മള് തുടങ്ങിയിട്ട് ഇതുവരെയും ഈ ഫീൽഡിൽ തന്നെ നിൽക്കാൻ പറ്റുക എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അത് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത്. ഞാൻ എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട് പാട്ടാണോ എപ്പോഴും ഇഷ്ടം? ആണ്, എനിക്ക് എപ്പോഴും
എനിക്ക് അറിവ് വെച്ച സമയം മുതൽ പാട്ടുകാരിയാവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണം. വേറൊരു ജോലിയെ ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ചിന്തിച്ചു പോയിട്ടുണ്ട്, ശ്രമിക്കാമായിരുന്നു, വേറെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കാമായിരുന്നു എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരുപക്ഷെ കിട്ടത്തില്ല. ഒരുപാട് എൻജോയ് ചെയ്താണ് നമ്മുടെ ജോലി ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ഇത് എനിക്ക് പറ്റിയ ഫീൽഡല്ല എന്ന് വിചാരിച്ച് ഞാൻ പഠിത്തം കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ അതല്ല നമുക്ക് പറഞ്ഞിട്ടുള്ള കല തന്നെയാണ് എന്ന് പറഞ്ഞ് അത് റിസൈൻ ചെയ്തു. അയ്യോ, രണ്ടും കൂടെ നടക്കത്തില്ലല്ലേ? ഇല്ല, നമ്മള് കുറെ വീട്ടുവിശേഷങ്ങളൊക്കെ ഇപ്പൊ ഒരു വിഷു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് പാടാം. എനിക്ക് എപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ലിറിക്ക് മറന്നു പോകും പെട്ടെന്ന്. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈ നീട്ടം കണിക്കൊന്നകൾ പൂക്കുമ്പോൾ കുറുമൊഴിയേ കിളിയേ കിളിക്കണ്ണിൽ കരിമഷിയോ കളവോ എഴുതി നീ പച്ചപ്പെട്ട തൂവലിൽ മുട്ടിയൂറുമ്പോൾ ഇഷ്ടമുള്ളൊരാളിനെ സ്വപ്നം കണ്ടു നീ കാത്തിരിപ്പിൻ വേദനകൾ ആരറിയുന്നു കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈ നീട്ടം. ഈ പാട്ട് ഏത് സിനിമയിലായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു. അഭിഭാഷകന്റെ കേസ് ഡയറി, രവീന്ദ്ര മാഷ സംഗീതം. എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മൾ വിഷു ഒക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകളിലുള്ള പാട്ടാണ്. ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ വിഷു എന്ന് പറയുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു ഭയങ്കര കളർഫുൾ. അതെ, എവിടെ നോക്കിയാലും ഒരു ഗോൾഡൻ ഇതാണല്ലോ നമുക്ക് ഫീൽ ചെയ്യും. അതെ അതെ അതെ, ആ കൊന്നപ്പൂ അതൊരു പ്രത്യേക ഭംഗിയല്ലേ, നിറയെ പൂത്ത് നിൽക്കുന്നത്. അതെ അതെ. പിന്നെ എന്താ നമ്മുടെ വിഷുവിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് എന്താണ്? അല്ല, ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാല് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് ആ വിജയത്തിന്റെ ആഘോഷം ആണ് വിഷു. കുറേ ഐതിഹ്യങ്ങളുണ്ട്, അതിലൊരു അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ കാർഷിക എന്താ പറയുന്ന വിളവെടുപ്പ്, പിന്നെ ആ വിഷുവിൻ്റെ അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആ ഒരു വർഷം മുഴുവൻ നമുക്ക് ഉണ്ടാകുന്ന നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ആ വിഷുവിൻ്റെ അന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ വിഷുവിനും നമുക്ക് ഒരു വർക്ക് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന്. അതെ അതെ, എല്ലാത്തിനും തുടങ്ങാൻ നല്ലൊരു ദിവസം എന്നാണ്. കണി കാണാറുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എങ്ങനെയാ അവിടെ മെയിൻ കണി കാണലാണല്ലോ. അത് തലേദിവസം തന്നെ എല്ലാം ഒരുക്കി വെക്കും. നമുക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ ഈ പറഞ്ഞ പോലെ സമൃദ്ധി തോന്നിക്കുന്ന വിധത്തില് ഫ്രൂട്ട്സ്, മാക്സിമം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. പിന്നെ അതെല്ലാം മുമ്പ് അച്ഛനായിരുന്നു അതെല്ലാം ഒരുക്കി വെക്കുക. അപ്പോൾ ഞങ്ങള് കാണില്ല. എന്നിട്ട് രാവിലെ അത് അങ്ങനെ കണി കാണാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുമായിരുന്നു. അങ്ങനെ കണ്ണുപൊത്തി. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഞാൻ മിക്കവാറും ഞാനൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വാൽക്കണ്ണാടി, നാണയം, സ്വർണം, അതായത് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ കൂടാതെ ഇതൊക്കെ വെക്കാറുണ്ട്. എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. അതായത് അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെന്താ സദ്യ, കൈനീട്ടം കൈനീട്ടമാണ് മെയിൻ സംഭവം. അത് ചെറുതിലായിരുന്നു അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ളത്. ഇപ്പൊ അങ്ങനെ എക്സൈറ്റ്മെന്റ് ഇല്ല. പക്ഷെ ചെറുതിലെ ഇങ്ങനെ, അതായത് സീനിയേഴ്സ് എല്ലാരും തരണമെന്നാണല്ലോ. അണ്ട് കാണുന്നവരടുത്തൊക്കെ ചോദിച്ചു വാങ്ങി. അതൊരു രസമായിരുന്നു. പിന്നെ അങ്ങനെയല്ലേ ഇപ്പൊ വീട്ടില് രാജുവേട്ടൻ തരും, അമ്മ തരും, സീനിയർ അല്ലെങ്കിലും അനിയൻ തരും. അങ്ങനെയൊക്കെ
ഞാനും കൊടുക്കും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആക്ച്വലി ഇപ്പം ഇല്ല. ആ ചെറുതിലേ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഓണമാണെങ്കിലും വരുന്ന സമയമാണെങ്കിലും ഊഞ്ഞാൽ അതൊക്കെ ഭയങ്കര. ഇപ്പം അതൊക്കെ പണ്ടൊക്കെ ഓണത്തിനൊക്കെ ആയിരുന്നു ഒരു കോടി കിട്ടുക. അതെ അതെ, ഇപ്പം അതിലും ഇല്ല അല്ലേ? സദ്യക്കും ആക്ച്വലി ഇല്ല അല്ലേ? സദ്യക്കും ഇല്ല. നമുക്കിപ്പം സദ്യ കഴിക്കണമെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു ഫുൾ സദ്യ നമുക്കിപ്പോൾ കഴിക്കാം. സദ്യയും ഒക്കെ അന്ന് ആ ഒരു പ്രത്യേക ദിവസമല്ലേ എല്ലാം ഒക്കെ എല്ലാത്തിനും ഒരു പ്രത്യേക ദിവസം ആയിരുന്നു ഇതൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാം എപ്പോ വേണമെങ്കിലും റെഡിയാണ്. അതെ, കോടി പുതിയ കുറഞ്ഞു. ഡ്രസ്സിനാണെങ്കിലും സദ്യ ആണെങ്കിലും ഈ കൈനീട്ടമാണെങ്കിലും ഊഞ്ഞാലാട്ടം ആണെങ്കിലും എല്ലാം. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ നമ്മുടെയൊക്കെ ഒരു സമയത്ത് എൻജോയ് ചെയ്ത പോലെ എൻജോയ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. എല്ലാവരും എപ്പോഴും ഫോണിലും ഒക്കെ ആയിട്ട്. അന്നൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ കിട്ടുള്ളായിരുന്നു. ഇപ്പൊ എല്ലാം നമുക്ക് ഫോണിൽ കാണാൻ കിട്ടും. അതെ, അപ്പൊ നമുക്ക് ഒരു വിഷുപ്പാട്ടും കൂടെ ആയാലോ? പാടാം. വിഷു കിളി കണി പൂകൊണ്ടുവാ, മലർക്കുടന്നയിൽ തേനുണ്ണാൻ വാ, സിന്ദൂരവും തൃച്ചാന്തും ചാത്തണ്ടേ, പൊന്നെത്തിയിൽ തിങ്കൾ പൂച്ചൂടണ്ടേ, മന്ദാരങ്ങൾ തളിർക്കും താഴ്വാരം കാണേണ്ടേ, വിഷു കിളി കണി പൂകൊണ്ടുവാ, മലർക്കുടന്നയിൽ തേനുണ്ണാൻ വാ, മുളം കാറ്റിലൊരീണം മൂളുന്നാരോ, ഇളം തെന്നലോ സാക്ഷാൽ കണ്ണൻ താനോ, വിരഹാർദ്രമാം യമുനാ പുളിനം നീളേ, വനമാലിതൻ മുരളീ ഹൃദയം തേങ്ങി, യുഗസന്ധ്യകൾ ഈ വഴി പറന്നകന്നു പോയി, വിഷു കിളി കണി പൂകൊണ്ടുവാ, മലർക്കുടന്നയിൽ തേനുണ്ണാൻ വാ, സിന്ദൂരവും തൃച്ചാന്തും ചാത്തണ്ടേ, പൊന്നെത്തിയിൽ തിങ്കൾ പൂച്ചൂടണ്ടേ, മന്ദാരങ്ങൾ തളിർക്കും താഴ്വാരം കാണേണ്ടേ. ഈ വോയിസിന്റെ ഭംഗി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിന് വേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും നോക്കാറുണ്ടോ വോയിസിന് വേണ്ടിയിട്ട്? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നോക്കാറില്ല. പക്ഷെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സൂക്ഷിക്കാറുണ്ട്, തണുത്തൊന്നും കഴിക്കാതെ. അങ്ങനെ എനിക്ക് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മധുരം പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീമൊന്നും കണ്ടാൽ അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ ശ്രദ്ധിക്കും. അല്ലാതെ ഞാൻ പൂർണ്ണമായിട്ടും എൻ്റെ ഇഷ്ടങ്ങളൊന്നും കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ദൈവാധീനം എന്നൊരു സംഭവം ഉണ്ടല്ലോ, ചിലപ്പോൾ അതുകൊണ്ടാവാം ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നത്. അതെ, ഇത്രയും നേരം നമുക്കും കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞല്ലേ, വിഷുവായിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റി. ഇന്ദുലേഖ ഇങ്ങനെ നേരിട്ടിങ്ങനെ സ്ക്രീനിൽ ഒത്തിരി കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഇപ്പോഴാണ് ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ വിഷുവിന് എല്ലാ ആശംസകളും. മോളിപ്പം MBBS വേണ്ടിയിട്ട് ട്രൈ ചെയ്യുവാണല്ലോ. മോൾക്കും എല്ലാ ആശംസകളും, എല്ലാ നന്മകളും ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ചേച്ചിക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങൾ ഇപ്പോഴേ നല്ല എന്താ വളരെ പ്രശസ്തയാണ്. അല്ല, കുഴപ്പമില്ല. മീൻസ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന അതാണ്, ഇപ്പം ഇത്രയും പാട്ടുകാരുള്ള നമുക്കൊരു ചെറിയൊരു സ്ഥാനം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇത്രയും ഈ ഒരു ഹൈറ്റിൽ എത്തണം എന്നൊക്കെ നമുക്കൊരു ഇതുണ്ടാവും. തീർച്ചയായിട്ടും ഇതിൽ എന്തായാലും എത്താൻ പറ്റട്ടെ. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഇനിയും പാടാൻ പറ്റട്ടെ. ഈ വോയിസ് ഇങ്ങനെ തന്നെ ഇനിയും ഒരുപാട് കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു, ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അല്ലേ ഹാപ്പി വിഷു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെയും M5 ന്യൂസിൻ്റെയും വിഷു ആശംസകൾ.